ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു സ്പെഷ്യൽ വടയാണ് നമ്മളിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സോയ ചങ്ക്സാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 കപ്പ് അളവിന് സോയ ചങ്ക്സ് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് ഞാൻ ഒന്നുകൂടെ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ വാഷ് ചെയ്ത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നില്ല, ഒരു കപ്പിൻ്റെ അളവിനെടുത്തിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സോയ ചങ്ക്സൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചോപ്പറിലിട്ടിട്ടാണ് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. നമുക്ക് മിക്സിയിലിട്ടിട്ടും നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മളിവിടെ ഇതെല്ലാം നന്നായിട്ട് തന്നെ പൊടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റാണ്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു സവാള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇത്രയും നന്നായിട്ട് തന്നെ പൊടിയായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതും, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് റെഡിയാക്കില്ലേ, ഇതുപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടി ഉരുണ്ട് നിൽക്കുന്ന ആ ഒരു പാകമാണ് കേട്ടോ. അപ്പോൾ അതായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ മൈദപ്പൊടി ചേർത്ത് കുഴച്ചെടുക്കുക കേട്ടോ. നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ലൈറ്റ് ഇടാതെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ. അപ്പോൾ അതാണ് ഈ കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളുടെ വടയുടെ മാവ് ഇവിടെ നല്ല സെറ്റായിട്ട് നന്നായിട്ട് ഉരുണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെയുള്ള ഉരുളകളാക്കി നമ്മൾക്ക് എത്ര വലുപ്പത്തിനാണോ വട ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഞാനിത് ബോൾസാക്കി ഇതുപോലെ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാധാരണ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു വട ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ഒരു വട ഓരോന്നായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്ത ഓയിലിലേക്ക് ഇട്ട് ഉടനെ തന്നെ നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ കോൺഫ്ലവറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും പുറം ഭാഗം. അതുപോലെ തന്നെ ഓയിലൊന്നും അങ്ങനെ അധികം കുടിക്കുന്നില്ല കേട്ടോ. സാധാരണ സോയാബീൻ എന്നൊക്കെ പറഞ്ഞ ഓയിൽ നന്നായിട്ട് വലിച്ചെടുക്കും, പക്ഷേ ഇതിൽ അങ്ങനെ ഓയിലൊന്നും വലിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഇത് നമ്മളുടെ വട ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. 2-3 പ്രാവശ്യമൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ തന്നെ നമ്മൾ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയാബീൻ കൊണ്ടുള്ള നല്ല വട, മുരിഞ്ഞ നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ നമ്മൾക്ക് വാഴപ്പൂ കൊണ്ടുള്ള വടയൊക്കെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ സോയാബീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു വടയ്ക്ക് ഉള്ളതും. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഈ വട നമുക്ക് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കണേ, എങ്കിൽ മാത്രം നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ മറക്കാതെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.